ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഇത് ലൈക്ക് കോളേജിലൊക്കെ കയറിയപ്പോൾ എൻ്റെ ഈ മൂക്കിൻ്റെ വലിപ്പം കാരണം കോളേജിലെ ഫ്രണ്ട്സും എല്ലാവരും ചെറുതായിട്ട് കളിയാക്കി തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ മൂക്കിൻ്റെ വലിപ്പം. പിന്നെ അതല്ലാതെ കുറേ ബ്രീത്തിങ് പ്രോബ്ലംസും നാച്ചുറലി ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ സർജറി ഒക്കെ കൂടുതലും ഫീമെയിലിനെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കാൻ ലൈക്ക് എന്ത് ചെയ്യും? മനസ്സിലായി. നിങ്ങളുടെ മെയിൻ കൺസേൺസ് മൂക്കിൻ്റെ വലിപ്പവും ബ്രീതിങ് ഇഷ്യൂ ആണ്. അപ്പം മൂക്കിൻ്റെ ഉള്ള ചേഞ്ചസ് പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വലിപ്പം കൂടാനുള്ള ചാൻസും മൂക്കിൻ്റെ വളവും ഒക്കെ ഉണ്ടാകുന്ന മൂക്കിൻ്റെ സ്ട്രക്ചർ, സെപ്റ്റം എന്ന് പറയും, മൂക്കിൻ്റെ നടുവിലുള്ള സ്ട്രക്ചർ ഉള്ള ചേഞ്ചസ് കാരണമാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളെപ്പോലെ ചിലപ്പോൾ മൂക്കിൻ്റെ വലിപ്പം കൂടാം, അതിനൊരു ഹംപ് ഡിഫോമിറ്റി ഉണ്ടാകാം, ടിപ്പ് ചിലപ്പോൾ താഴ്ന്നു വരാം, പിന്നെ അകത്തുള്ള വളവ് കാരണം ബ്രീതിങ് ഇഷ്യൂസും ഉണ്ടാകാം. ഇത് നമുക്ക് ഒരു റൈനോപ്ലാസ്റ്റി പ്രൊസീജിയർ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇത് കൂടുതൽ ഫീമെയിൽസിനാണോന്ന് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ആണുങ്ങളും ധാരാളം ആൾക്കാർ വന്ന് ഈ ഒരു പ്രശ്നം പറയാറുണ്ട്. അവർക്ക് നമ്മൾ സർജറിയും ചെയ്യാം.